ഇന്ന് നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനമാവുകയാണ്. ഗംഭീരമായൊരു പുസ്തകോത്സവം തന്നെയാണ് ഇത്തവണ ഈ മൂന്നാം പതിപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന സമാപന ചടങ്ങ് പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്യുക. നിരവധി എഴുത്തുകാർ ഭാഗമായ മേളയിൽ 300-ലധികം പുസ്തകങ്ങളാണ് പ്രകാശിപ്പിച്ചത്. നിരവധി സ്റ്റാളുകളുണ്ടായിരുന്നു. വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പുസ്തകമേളയ്ക്ക്. ഏതായാലും നിയമസഭയുടെ പുസ്തകോത്സവം വലിയ ഹിറ്റാകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ 3 വർഷങ്ങളിലും കാണാൻ കഴിയുന്നത്. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ജനപിന്തുണ ആർജിക്കുന്നു. മാനസയുണ്ട് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഈ കാഴ്ചകൾ നമ്മളോട് പങ്കുവയ്ക്കാനായി. മാനസ, അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരം പുസ്തകം അക്ഷരലഹരിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുസ്തകങ്ങൾ വായിച്ചും കഥ പറഞ്ഞുമൊക്കെയാണ് നഗരം കടന്നുപോയത്. ഇന്നിപ്പോൾ ഈ അക്ഷരോത്സവത്തിന് സമാപനമാവുകയാണ്. പ്രകാശ് രാജാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പുസ്തകോത്സവം വൻ തിരക്കോടെ അനുഭവപ്പെടുക എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ പുസ്തകോത്സവം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. അത് തന്നെ ഏറെ ആശ്വാസകരമാണ് ഈ സാഹിത്യകാരന്മാർക്കും അതോടൊപ്പം തന്നെ എഴുത്തുകാർക്കും വായനക്കാർക്കും എല്ലാവരും ഈ പ്രസാധകരും ഉൾപ്പെടെ എല്ലാവരും ഒരു വേദിയിലെത്തുന്ന ഒരു സംഗമ വേദിയായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരാഴ്ച നീണ്ട കാലമാണ് ഈ പുസ്തകോത്സവം തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറിയത്. ഇന്നാണ് അവസാന ദിവസം നടക്കുന്നത്. ഇന്ന് സമാപനമാണ്. ഏതായാലും ഈ പുസ്തകോത്സവം സമാപിക്കുന്നതിൻ്റെ സങ്കടം ഈ പുസ്തക വായനക്കാരിലും അതോടൊപ്പം തന്നെ വായനാ പ്രേമികൾക്കും ഉണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിലൊരു 7 ദിവസം അവർക്ക് ആയി കിട്ടിയ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയെ അക്ഷര ലഹരിയിലേക്ക് മാറ്റിയ ദിവസങ്ങളായിരുന്നു. അതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മളോട് ചിലർ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും 166 ദേശീയ അന്തർദേശീയ പ്രസാധകരാണ് ഇത്തവണത്തെ ഈ മൂന്നാം പതിപ്പിൻ്റെ മേളയിൽ എത്തിയിരിക്കുന്നത്. സമാന്തര പ്രസാധകർക്കും മികച്ച അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ 300-ലധികം പുസ്തകങ്ങളാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം നിരവധി എഴുത്തുകാർ മേളയുടെ ഭാഗമായിട്ടുണ്ട്. പ്രമുഖരുടെ സംഭാഷണം, സംവാദം എന്നിവയിലും വൻ പങ്കാളിത്തമാണ് ഇത്തവണത്തെ പുസ്തകമേളയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാന ആകർഷണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ മേളയുടെ ഭാഗമായി നിരവധി കലാപരിപാടികളും ഇവിടെ അരങ്ങേറിയിരുന്നു. വിദ്യാർത്ഥികൾക്കായി കലാപരിപാടികൾ അരങ്ങേറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കലാപരിപാടികൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും നിയമസഭയിലെത്തി പുസ്തകത്തോടൊപ്പം തങ്ങളുടെ കല അഭ്യസിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ നമ്മുടെ സർക്കാർ ഒരുക്കിക്കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ജനപങ്കാളിത്തം തന്നെയാണ് പുസ്തക ഉത്സവത്തിൽ എത്തിയത്. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ആദ്യം തന്നെ ഈ പുസ്തകോത്സവം തുടങ്ങിയപ്പോൾ തന്നെ പറയുന്നതാണ്, ഈ നിയമസഭ ജനങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അതായത് ഈ നാട്ടുകാരായ അല്ലെങ്കിൽ ഈ കേരളത്തിലെ തന്നെ നാനാഭാഗത്തു നിന്നും നിയമസഭയിലെ ഈ പുസ്തകോത്സവം കാണാനും ഒപ്പം നിയമസഭയെ ഒന്ന് അടുത്ത് കാണാനും കൂടി ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് 3:30-നാണ് ഈ സമാപന ഉദ്ഘാടനം നടക്കുന്നത്. നടൻ പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ നടൻ ഇന്ദ്രൻസിനെ ആദരിക്കുകയും ചെയ്യും. ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീറാണ് അധ്യക്ഷനാകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നതുപോലെ തന്നെ പാനൽ ചർച്ചകളും പുസ്തക പ്രകാശനവും ഇന്നും നടക്കുന്നുണ്ട്. ശേഷമാണ് ഈ 3:30-ക്ക് സമാപന ചടങ്ങ് നടക്കുന്നത്. ശേഷം രാത്രി 7 മുതൽ രമ്യ നമ്പീശൻ, വിധു പ്രതാപ് തുടങ്ങിയവരും സഭയിലെ പാട്ടുകാരും സീരിയൽ താരങ്ങളും കോമഡി താരങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. മനു. ശരി മാനസ, ഏതായാലും സന്തോഷം. ഈ പുസ്തകോത്സവത്തിൻ്റെ ഒരു വാർത്ത രാവിലെ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം മാനസ. ഓക്കെ, താങ്ക് യു.